Village Breeze. മടി മറികടക്കാനുള്ള ചില വഴികളിലൂടെ നമുക്കൊന്ന് കടന്നുപോയാലോ. അതിൽ ഒന്നാമത്തത്, ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാനുള്ള ആഗ്രഹം നമ്മെ മടിവിട്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും എന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എടുത്താൽ, ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അതായത് വലിയ ലക്ഷ്യങ്ങൾ ഒറ്റയടിക്ക് നേടാൻ ശ്രമിക്കാതെ അതിനെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക എന്നത് തന്നെ ചെറിയ വിജയങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രചോദനം നമുക്ക് നൽകും. പ്രവർത്തനം ഉടനടി തുടങ്ങുക, അത് മൂന്നാമത്തെ കാര്യമാണ്. ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഈ നിമിഷം തന്നെയാണ്. അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കുന്നത് നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. നാലാമത്തെ ഒരു കാര്യത്തിലേക്ക് പോയാൽ, ശ്രദ്ധ വ്യതിചലിക്കുന്നത് ഒഴിവാക്കുക എന്നത് തന്നെയാണ്. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം പോലെ നമ്മെ വഴിതിരിച്ചു വിടുന്ന കാര്യങ്ങൾ പരമാവധി കുറയ്ക്കുക. ജോലി ചെയ്യുവാൻ ശാന്തമായ ഒരിടം കണ്ടെത്തുക എന്നതാണ്. വിശ്രമം ഊർജം നേടാൻ നമ്മെ സഹായിക്കണം. അതാണ് അഞ്ചാമത്തെ ഒരു പോയിന്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. വിശ്രമം ഊർജം നേടാൻ നമ്മെ സഹായിക്കണം. വിശ്രമം ആവശ്യമാണ്, എന്നാൽ അത് പിന്നീടുള്ള പ്രവർത്തനത്തിന് ഊർജം നൽകുന്നതാവണം, അല്ലെങ്കിൽ പിന്നീടുള്ള പ്രവർത്തനത്തിന് ഉതകുന്നതാവണം എന്നതാണ് കാര്യം. ആറാമത്തെ ചിന്ത പോസിറ്റീവ് ചിന്തകളാണ്. ഞാനൊരു മടിയനാണ് എന്ന് സ്വയം ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് പോസിറ്റീവായി ചിന്തിക്കുക എന്നതാണ് പ്രധാനം. ഏഴാമത്തെ ഒരു ചിന്ത, പ്രചോദനം നൽകുന്നവരായി സഹവസിക്കുക എന്നത് തന്നെയാണ്. നമ്മെ പിന്തുണയ്ക്കുന്നവരും നല്ല പോസിറ്റീവ് ഊർജം നൽകുന്നവരുമായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായി സമയം കൂടുതൽ ചെലവഴിക്കുന്നതാണ് നല്ലത്. അലസത ഒരു ശീലമാണ്. അത് മാറ്റിയെടുക്കുവാൻ കോൺഷ്യസ് ആയ ഒരു ശ്രമം ആവശ്യമാണ്. താത്കാലിക സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ കഠിനാധ്വാനത്തിലൂടെ ആത്യന്തികമായി സന്തോഷവും വിജയവും കൈവരിക്കുവാൻ നമുക്കിതിലൂടെ സാധിക്കും. സോ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഫോർമുലയുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. സ്വയം ചോദിക്കുക, ഉത്തരം പറയുക. അതായത് തുടങ്ങാൻ ഏറ്റവും നല്ല ദിനമേത് എന്ന് ചോദിച്ചാൽ അത് ഇന്നാണ്. തുടങ്ങാൻ ഏറ്റവും നല്ല നേരമേതെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴാണ്.